ക്രിസ്തുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശ്വസിക്കാതിരിക്കുന്നുവെങ്കിൽ ഈ രാത്രിയിൽ ഈ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അതിനൊരു ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ധന്യ തിരുനാമം ഇന്ന് രാത്രി മഹത്വമെടുക്കുമാറാകട്ടെ. ഇപ്രകാരം ഒരു രാത്രി നമുക്ക് ഒരുമിച്ച് ഈ ദേശത്തെ ഈ ആലയത്തിൻ്റെ തണലിൽ ദൈവവചനമായി നിൽപ്പാൻ കൂടി വരുവാൻ ദൈവം ഒരിക്കൽ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ബഹുമാന്യ കത്തദാസൻ ആൻസൺ പാസ്റ്റർ, അതുപോലെ ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ക്രിസ്തുവിൽ എൻ്റെ സ്നേഹിതന്മാരായ അഭിഷിക്ത ബന്ധങ്ങൾ, അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന ദൈവജനം ഏവരോടുമുള്ള സ്നേഹത്തെയും സന്ധ്യാവന്ദനത്തെയും പ്രാരംഭമായി ഞാൻ അറിയിക്കുകയും ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടെ തുറന്നുള്ള നിമിഷങ്ങൾ ദൈവമുമ്പാകെ നമുക്കായിരിക്കാം. നാം ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് ചെലവിടുന്ന സമയങ്ങളൊന്നും വൃഥാവായി മാറത്തില്ല. ബൈബിൾ പറയുന്നു, സങ്കീർത്തനം 107 അതിൻ്റെ 20, അവൻ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. അടുത്ത വാക്ക്, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അപ്പോൾ ഇന്ന് രാത്രിയും നമ്മെ സൗഖ്യമാക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. നാം അകപ്പെട്ടു പോകാവുന്ന കുഴികളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. കാരണം ബൈബിൾ പറയുന്നു, ദൈവം അവൻ ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. അപ്പോൾ നമ്മെ ഉയർത്താൻ കഴിയുന്ന, നമ്മെ മാനിക്കാൻ കഴിയുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരങ്ങളെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ് ഇന്ന് രാത്രി നാം കൂടി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയും ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് കർത്താവിൽ നിന്നും വലുത് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ദൈവ പാദപീഠത്തിലായിരിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2 ലേഖകർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. അടുത്ത വാക്ക്, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അപ്പോൾ ഇന്ന് രാത്രി ഈ ആലയത്തിൻ്റെ അകത്തളത്തിൽ അഭിഷക്തന്മാരിലൂടെ മുഴങ്ങുന്ന ദൈവവചനം എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്രദമായി മാറണമെങ്കിൽ കേൾക്കുന്ന വചനം വിശ്വാസമായി പരിണമിക്കണം. ഹല്ലേലൂയ. വിശ്വാസമായി പരിണമിച്ചാൽ കേൾക്കുന്ന വചനം നിശ്ചയമായിട്ടും അത് ഉപകാരപ്രദമായി മാറും. കാരണം ബൈബിൾ പറയുന്നു, യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് വെറുതെ പോയി വെറുതെ മടങ്ങി വരത്തില്ല. അത് ഏത് ഉദ്ദേശത്തോടെ ദൈവം അയച്ചുവോ ആ പ്രവൃത്തി തികച്ചു മാത്രം മടങ്ങി വരുന്നതാണ്. അങ്ങനെയെങ്കിൽ ദൈവവചനത്തെ തടയാൻ അഖിലാണ്ടത്തിൽ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ഒരു ദൈവിക ആലോചന പറഞ്ഞാൽ, ഇന്ന് രാത്രി നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ഒരു ദൈവിക ഇടപെടൽ നടത്തിയാൽ, അതിന് വിശ്വാസത്തോടെ നിങ്ങൾ ആമേൻ പറയാൻ തയ്യാറായാൽ അതിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ആ വചനത്തിൻ്റെ ശക്തി ഈ ആലയത്തിൻ്റെ അകത്തളത്തിൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ ആലയത്തിൻ്റെ അകത്തളത്തിൽ വ്യാപരിക്കട്ടെ. അതുകൊണ്ട് അതേ വിശ്വാസത്തോടെ വചനത്തെ സ്വീകരിക്കാം. എല്ലാ അവിശ്വാസങ്ങളും മാറട്ടെ. അതേ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12 ബൈബിൾ പറയുകയാണ്, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത്. അപ്പോൾ ഇന്ന് പകലിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിക്ക് അത് എത്താത്ത കാര്യങ്ങളായിരിക്കും. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൻ അസാധ്യമെന്ന് തോന്നുന്ന വിഷയങ്ങളായിരിക്കാം അത് ദൈവം പറയുന്നത്. എന്നാൽ എന്ത് ദൈവം നമ്മോട് പറഞ്ഞാലും ഒരുപക്ഷെ നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനെ ചിന്തിച്ചേറ്റെടുക്കാൻ കഴിയാത്തതാണെങ്കിലും ഇന്ന് രാത്രി ഇയ്യോബ് പറഞ്ഞതുപോലെ അത് നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും പറഞ്ഞ് അതിനെ സ്വീകരിക്കാൻ തയ്യാറായാൽ അവൻ അത്ഭുതങ്ങളെ ജീവിതത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഉറപ്പോടെ ഞാൻ പറയട്ടെ, ഞാനും നിങ്ങൾ സേവിക്കുന്ന കർത്താവ് അവൻ അത്ഭുത മന്ത്രിയാണ്. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങളെ അലട്ടുന്ന വിഷയം അതെന്തായിരുന്നാലും, ഒരുപക്ഷെ അത് രോഗമായിരിക്കാം, അതൊരുപക്ഷെ ഒരു സാമ്പത്തിക ബാധ്യതയായിരിക്കാം, അതൊരുപക്ഷെ തലമുറയുടെ ഭാവി സംബന്ധമായ വിഷയമായിരിക്കാം, അത് ഒരുപക്ഷെ ഒരു തലമുറ ജനിക്കാത്തത് കൊണ്ട് ഭാരപ്പെടുന്ന വിഷയമായിരിക്കാം. എന്തു തന്നെയായിരുന്നാലും ബൈബിൾ പറയുന്നു, അവൻ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. സങ്കീർത്തനം 103:3 ബൈബിൾ പറയുകയാണ്, അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യം
സൗഖ്യമാക്കുന്നു. 1 പത്രോസ് 2:24 ബൈബിൾ പറയുകയാണ്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുവിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഏതെങ്കിലും മേഖലയ്ക്കകത്ത് അസമാധാനം വ്യാപരിക്കുന്നെങ്കിൽ, ഏതെങ്കിലും മേഖലയ്ക്കകത്ത് സൗഖ്യമില്ലാതെ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ, ഇന്ന് രാത്രി അതിവേഗം പാഞ്ഞു ചെല്ലുന്ന വചനം, ഓ ഹല്ലേലൂയ, അത് ജീവനും ചൈതന്യമായ ആ ദൈവത്തിന്റെ വചനം, അതിന്റെ പ്രവൃത്തി ഇതിന്റെ അകത്ത് തികക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ വചനത്തിന്റെ ശക്തി ഈ ആലയത്തിന്റെ അകത്തളത്തിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിവേഗം പാഞ്ഞു ചെല്ലുന്ന വചനം, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ വചനം, പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന വചനം. ഇന്ന് രാത്രി ആ വചനത്തിന്റെ ശക്തിയാൽ ചില തടസ്സങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ശരീരങ്ങൾക്ക് അകത്തളത്തിൽ രോഗസൗഖ്യങ്ങളെ പരിശുദ്ധാത്മാവ് പകരുന്ന രാത്രിയായി ഇന്ന് രാത്രി മാറട്ടെ. ഓ ഹല്ലേലൂയ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിലൂടെയുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇന്ന് രാത്രി ആ വചനത്തിന്റെ ശക്തി ശരീരങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. അസ്ഥി സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ അകത്ത് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ നിന്റെ അസ്ഥികൾ ഇളം പുല്ലുപോലെ തഴയ്ക്കുമെന്നുള്ളത് ദൈവത്തിന്റെ വചനമാണെങ്കിൽ ഇന്ന് രാത്രി അസ്ഥികളുടെ മേൽ ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി അടയപ്പെട്ട വഴികളെ പരിശുദ്ധാത്മാവ് തുറക്കുന്ന രാത്രിയായി ഇന്ന് രാത്രി മാറട്ടെ. ഓ ചെങ്കടലിന്റെ മുമ്പിൽ മോശം നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ബൈബിൾ പറയുകയാണ്, തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് സമുദ്രത്തെ വിഭാഗിച്ചവൻ എവിടെ? ഇന്ന് രാത്രി വിശ്വസിക്കുന്നവന്റെ കരത്തിന്മേൽ ദൈവത്തിന്റെ ബലമുള്ള ഭുജം വെളിപ്പെടുന്ന രാത്രിയായി ഇന്ന് രാത്രി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്ന പോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതിന്റെ അകത്ത് ചലിക്കട്ടെ. ആളിൽ അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്തിറങ്ങുന്ന ചാറൽ മഴ പോലെ ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. അഭിഷക്തന്മാരുടെ ശുശ്രൂഷ മേഖലകൾക്കകത്ത് അതിരുകളെ പരിശുദ്ധാത്മാവ് വിശാലമാക്കുന്ന രാത്രിയായി ഇന്ന് രാത്രി മാറട്ടെ. ഓ രാജ്യങ്ങളെ, ആലയ പട്ടണങ്ങളെ, ആലയെ പിടിച്ചു കുലക്കുന്ന അഭിഷക്ത വൃന്ദങ്ങൾ ഇതിന്റെ അകത്ത് ആത്മാവിൽ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലോ യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ വലിയൊരു പകർച്ച ഈ ആലയത്തിന്റെ അകത്തളത്തിൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ, വിടുതൽ, വിടുതൽ. ദൈവശക്തി, ദൈവശക്തി, ദൈവശക്തി. ഹല്ലേലൂയ. ശരീരങ്ങളുടെ മേൽ ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. റബാന ശകൽകനാദി. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഇന്ന് രാത്രി ക്രിസ്തുവിന്റെ സ്ഥാനപതിയായി നിന്നുകൊണ്ട് ആത്മാവിനെ, രോഗബന്ധനങ്ങളെ ഞാൻ ആത്മാവിൽ അഴിച്ചു മാറ്റുകയാ. ശരീരങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പോൾ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ പറയുകയാണ്, യേശു കർത്താവ് പറയുകയാണ്, അത് എന്നാൽ കഴിയുമെന്നോ വിശ്വസിക്കുന്നവന് സകലവും സാധ്യം. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് രാത്രി എങ്ങനെ ദൂത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഏത് നിലവാരത്തിൽ എങ്ങനെ നിങ്ങൾ ദൂത് ഏറ്റെടുക്കുന്നു? ഹല്ലേലൂയ. ഇടയന്മാരുടെ അടുക്കൽ ദൂതന്മാർ വന്നിട്ട് ദൂത് പറയുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ
ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള ആ മഹാസന്തോഷത്തെക്കുറിച്ചുള്ള ദൂത്, അതെ, ദൂതന്മാർ പറഞ്ഞ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ഇടയന്മാർ തമ്മിൽ പറയുന്നൊരു കാര്യമുണ്ട്, നാം ബെത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ചതിനെ കാണും. അപ്പൊ ദൂതനോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാ? ദൈവം എന്നോട് അറിയിച്ചതിനെ ഞാൻ കാണും. അസാധ്യതകളാണ് മുന്നിലെങ്കിലും, സാധ്യതകൾ ഒന്നുമില്ലാത്ത അവസ്ഥയാണെങ്കിലും ഇന്ന് രാത്രി പറയണം, ദൈവം എന്നോട് അറിയിച്ചതിനെ ഞാൻ കാണും. മതില് പണിയാൻ ചെല്ലുമ്പോൾ സൻബലത്തും തോബിയാവും എതിരെ നിൽക്കുക. അവർ പറയുന്ന വാക്കൊരു കുറുക്കം കയറിയാൽ ഈ മതിൽ തകർന്നു പോകും. ഇമ്പോസിബിളാ. ഈ നിസാരന്മാരായ യഹൂദന്മാർ ഇവരെന്താ ചെയ്യാൻ പോകുന്നത്? ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് ഇവർ കല്ല് ജീവിപ്പിക്കുമോ? ഈ വാക്ക് കേട്ട നെഹമ്യാവ് പിന്മാറുകയല്ല ചെയ്തത്. അവൻ പറയുന്നൊരു വാക്കുണ്ട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അഭിഷക്തനെ നിങ്ങളെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിക്കട്ടെ, അതെ, സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ നിങ്ങൾ എഴുന്നേറ്റ് പണിയും. ഈ മാവേലി കരയ്ക്കകത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു പ്രവർത്തനമല്ല, അതിരുകളെ ആത്മാവ് വിശാലമാക്കും. ഹല്ലേലൂയ. ഒരു നെഹമ്യാവിന്റെ കൂടെ യഹോവയാകുന്ന ദൈവവിരുന്ന് അവനെ ഹല്ലേലൂയ ഒരു വൻ കാര്യത്തിന് വേണ്ടി ഉദ്യമിപ്പിച്ചതുപോലെ ചിലതിനെ ചേർത്ത് പിടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ പണിയാൻ ആത്മാവ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ പിന്നെയും ഉദ്യമിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. അപ്പോൾ ഇന്ന് രാത്രി അസാധ്യമെന്ന് പറയുന്ന ആ മേഖലയെ നോക്കി ഞാനും നിങ്ങളും പറയേണ്ടത്, സ്വർഗത്തിൽ ദൈവം കാര്യം സാധിപ്പിക്കും. ആകയാൽ ഞങ്ങൾ എഴുന്നേൽക്കും. ഞാൻ ഇനി തളർന്നിരിക്കത്തില്ല, ഞാൻ ഇനി നിരാശപ്പെട്ടിരിക്കത്തില്ല. എൻ്റെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ എഴുന്നേൽക്കും. അപ്പോൾ ദൈവം പറയുകയാണ്, അതെ, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട്. പ്രവാചക പുസ്തകത്തിൽ യഹോവയാകുന്ന ദൈവം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഞാൻ സർവ്വ ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ നമ്മുടെ ആ വിഷയത്തിൻ്റെ നടുവിൽ ഒരു പരിഹാരം നൽകാനും യേശു മതിയായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് രാത്രി അത് എങ്ങനെ സ്വീകരിക്കണം? വിശ്വാസത്തോടെ സ്വീകരിക്കണം. രണ്ട്, എങ്ങനെ സ്വീകരിക്കണം? ഇത് പറഞ്ഞ് വേഗത്തിൽ ചില ആത്മീക ചിന്തകളെ ഇട്ട് ഞാൻ താണ്ടിരിക്കാം. അതേ, 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 13, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, അതെ, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ എങ്ങനെയാ വചനം സ്വീകരിക്കേണ്ടത്? ഒരു മനുഷ്യന്റെ വാക്കായിട്ടല്ല, ആൻസം പാസ്റ്റർ വാക്കായിട്ടല്ല, അജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വാക്കായിട്ടല്ല, റോബിൻ പാസ്റ്റർ വാക്കായിട്ടല്ല, ഇവിടെ ഇരിക്കുന്ന മറ്റ് അഭിഷക്തന്മാരുടെ വാക്കായിട്ടല്ല, മറിച്ച് സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് കൈക്കൊള്ളാൻ തയ്യാറായാൽ, അടുത്ത വാക്ക്, വിശ്വസിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവ ശബ്ദമാണ് എൻ്റെ കാതിൽ മുഴങ്ങുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതിനാമേൻ പറയാൻ നിങ്ങൾ തയ്യാറായാൽ, അതിനെ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, വിശ്വസിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ആ വാക്ക്, ആ വചനം അത് വ്യാപരിക്കുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. ആ വാക്ക് ശ്രദ്ധിച്ചോ? എങ്ങനെയാ? വിശ്വസിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വർത്തമാനകാല തുടർച്ചയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഹാള് വിട്ട് നിങ്ങൾ ഇവിടെ നിറങ്ങി വീട്ടിൽ ചെല്ലുമ്പോഴും അത് പ്രവർത്തിക്കുകയാണ്, നാളെയും അത് പ്രവർത്തിക്കുകയാണ്, 10 ദിവസം കഴിഞ്ഞും അത് പ്രവർത്തിക്കുകയാണ്, 10 മാസം കഴിഞ്ഞും പ്രവർത്തിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ വചനം ഇത് കെടുന്ന ബീജമല്ല, ഇത് ജീവനുള്ളതാണ്, ഇത് നിലനിൽക്കുന്നതാണ്, ഇത് കെടാത്തതാണ്. അതുകൊണ്ട് നാളെയുടെ നീളകളിലും നിങ്ങൾ അകപ്പെടുന്ന ആ പ്രതിസന്ധിക്കൊക്കെ അകത്തു നിന്ന് ഇന്ന് നിങ്ങൾ വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്ന വചനത്തിന് നിങ്ങളെ വിടുവിക്കാൻ ശക്തിയുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി അത് വിശ്വാസത്തോടെ സാക്ഷാലാകുന്നത് പോലെ വചനത്തെ സ്വീകരിക്കാം. ഹല്ലേലൂയ. വേഗത്തിൽ അതേ ഒരു വചന ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ച് അതേ ചില ചിന്തകൾ ആത്മാവിൽ പങ്കുവെച്ച് ഞാൻ താണിരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നമുക്ക് വളരെ സുപരിതമായ ഒരു വേദഭാഗം 91-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 91-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യം. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. ഒരാമൻ പറയാൻ എത്ര പേരുണ്ട്? ബൈബിൾ പറയുകയാണ്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. ഇന്ന് രാത്രി
ആ കർത്താവിനോട് പറ്റിയിരിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ട് ഒരു വിടുതലുണ്ട്. ആ യേശു കർത്താവിൻ്റെ നാമത്തെ അറിയുന്ന എത്ര പേരുണ്ട്? സകല നാമത്തിനും മേലായ നാമം, ആ ഉന്നതമായ നാമം, ആ നാമത്തെ അറിയുന്ന എത്ര പേരുണ്ട്? നിശ്ചയമായിട്ടും ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടാകും. ഈ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ശരിക്കും രണ്ട് ഭാഗങ്ങളായി ഈ സങ്കീർത്തനത്തിന്. ഒരു വശം എന്ന് പറയുന്നത് അസാധാരണമായ പ്രതിസന്ധികളുടെ ഭാഗമാണ്. അസാധാരണമായ പ്രതിസന്ധി ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ അകത്ത് നേരിടാൻ പറ്റുന്നതിലും വെച്ച് ഏറ്റവും വിഷമകരമായ പ്രതിസന്ധിയുടെ പ്രതികൂലങ്ങളുടെ അനുഭവം ഒരു വശം. എന്നാൽ മറുവശം ഈ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം ഭക്തന് നൽകുന്ന ദൈവിക സംരക്ഷണമാണ്. അപ്പൊ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യാതൊരു പ്രതിസന്ധികളും, യാതൊരു പ്രലോഭനങ്ങളും പരീക്ഷകളും ഒന്നും ഇല്ലാത്തൊരു ജീവിതമല്ല. ഇതെല്ലാം ഉള്ളപ്പോഴും അതിൻ്റെ നടുവിൽ ഒരു ക്രിസ്തു ഭക്തനൊരു സംരക്ഷണമുണ്ട്. ഇതിൻ്റെ നടുവിലും അവൻ തകർന്നു പോകാതെ അവനെ കാക്കുന്ന ഒരു ബലമുള്ള ഭുജം അവൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധി എന്താ? ഈ പ്രതിസന്ധി എന്ന് പറയും, നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ നമുക്കറിയാം, ഒന്ന് വേട്ടക്കാരൻ്റെ കെണി, നാശകരമായ മഹാമാരി, രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന ആ സംഹാരം. ഇനി മുന്നോട്ട് പോകുമ്പോൾ 1000 പേര് വശത്ത് വീഴുന്നു. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ 10,000 ഇതാ വലത്തുവശത്ത് വീഴുന്നു. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ അണലി, സിംഹം, പാമ്പ്, ആകപ്പാടെ പ്രതിസന്ധികളുടെ ഒരു ലിസ്റ്റാ ഒരു വശം. എന്നാൽ മറുവശത്തേക്ക് പോകുമ്പോൾ അവൻ എൻ്റെ സങ്കേതം, അതുകൊണ്ട് ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൂതന്മാരിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രി ഞങ്ങൾ വാഹനത്തിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ ദാസൻ ക്രിസ്തു പാസ്റ്റർ പറയുക, ദൂതന്മാരെ കുറിച്ച് പറഞ്ഞു. അതെ, ദൂതൻ എൻ്റെ വിഷയത്തിൻ്റെ അകത്ത് ഇടപെടുന്ന വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രി പത്രോസിന് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോ കാരാഗ്രഹത്തിന്റെ അകത്തൊരു ദൂതനെ ദൈവം അയച്ചെങ്കിൽ, ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവജനമേ, നിന്റെ ജീവിതത്തിന്റെ അകത്ത് അതുപോലൊന്ന് ചെയ്യാൻ യേശു കർത്താവ് വിശ്വസ്തനാണ്. ഈ ചങ്ങല 2 രീതി നമുക്ക് അഴിക്കാം. ഒന്ന്, കുറ്റിന്ന് അഴിക്കാം. കുറ്റിന്ന് ചങ്ങല അഴിക്കാം. ഇപ്പൊ ഒരു ചങ്ങല കഴുത്തേലുണ്ട്, ഈ കുറ്റിയാൽ എന്നെ ബന്ധിച്ചിരിക്കുക, ഈ പോളിൽ എന്നെ ബന്ധിച്ചിരിക്കുക. ഈ കുറ്റിയിൽ നിന്ന് ചങ്ങല അഴിക്കാം. ഈ കുറ്റിയിൽ നിന്ന് ചങ്ങല അഴിച്ചാലുള്ള കുഴപ്പം, പിന്നെ മുന്നോട്ട് ഞാൻ ഓടുമ്പോൾ തട്ടിത്തടഞ്ഞ് വീഴാൻ സാധ്യതയേറെയാണ്. ഇനി രണ്ടാമത് വേറെ രീതിയിൽ അഴിക്കാം. ഈ മെയ്മേൽ നിന്ന് തന്നെ ചങ്ങല അങ്ങ് അഴിക്കാം. എന്ന് പറഞ്ഞാൽ ഈ കഴുത്തിൽ നിന്ന് തന്നെ അങ്ങ് അഴിക്കാം. അങ്ങനെ അഴിച്ചാലുള്ള ഗുണം, മുന്നോട്ട് ഞാൻ ഓടുമ്പോൾ തട്ടിത്തടഞ്ഞ് വീഴത്തില്ല. ഇനി പത്രോസിനെ ദൂതൻ തട്ടിയപ്പോ കുറ്റിന്ന് അഴിഞ്ഞെന്നല്ല പറയുന്നത്, അവന്റെ മെയ്മേൽ നിന്ന് ചങ്ങല അഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇനി ആർക്കും നിന്റെ ഓട്ടത്തെ തടയാൻ കഴിയാതെ, ഇനി ആർക്കും നിന്നെ ബന്ധിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ, ആർക്കും നിന്നെ കുരുക്കിക്കളയാൻ കഴിയാത്ത നിലവാരത്തിൽ ഇന്ന് രാത്രി ചില മേഖലയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് പൂർണ്ണമായി സ്വാതന്ത്ര്യത്തെ കൽപ്പിക്കുന്ന രാത്രിയായി ഇന്ന് രാത്രി മാറുന്നു എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പുഷ്ടി നിമിത്തം മുഖം തകർന്നു മാറുന്നു ഇന്ന് രാത്രി. ഹല്ലേലൂയ. ചിലരുടെ മുന്നേറ്റത്തെ തടയുന്ന, എവിടെയൊക്കെയോ ചിലതിനെ ഒതുക്കിയിട്ടേക്കുന്ന ആ ചങ്ങലകളെ ദൂതൻ അതേ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി അഴിക്കുന്നത് പോലെ അഴിക്കുന്ന രാത്രിയായി ഇന്ന് രാത്രി മാറട്ടെ. ഈ ചിലർക്ക് ഈ കാലി ചങ്ങല ഉണ്ട്, പക്ഷേ ഉണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. ഇതുണ്ടെന്നുള്ള അറിയാതിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാവോ? ഈ ചങ്ങലയുടെ നീളം 650 കിലോമീറ്ററാണ്. ഈ ചങ്ങലയുടെ ദൂരം, ഈ നീളം 650 കിലോമീറ്റർ ആയതുകൊണ്ട് ഈ 650 സർക്കിളിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ സ്വതന്ത്രനാണ്. ഇന്ന് രാത്രി ആ പരിധിയെ ആത്മാവ് അങ്ങ് പൊട്ടിക്കുക.
നിന്നെ 650 കിലോമീറ്ററിനകത്ത് ഒതുക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ, ഭൂമിയുടെ അറ്റത്തോളം ഓടിക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു പരിധി വിട്ട് മുന്നോട്ട് വിടത്തില്ലെന്ന് അല്ലെ വാതുകെട്ടുന്ന വാദഗതികളെ, ആ ചങ്ങലകളെ ആത്മാവിൽ ഞാൻ അറുത്തു മാറ്റുക. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രാജ്യങ്ങളുടെ ബൗണ്ടറികളെ നോക്കി യഫദാ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ഈ ജനം ഹല്ലേലൂയ സ്വാതന്ത്ര്യത്തോടെ മുന്നോട്ട് ഓടുന്ന രാത്രിയായി ഇന്ന് രാത്രി മാറട്ടെ. ഒരു സമയത്ത് എൻ്റെ കഴുത്തേ കിടന്ന് ചങ്ങലയുടെ നീളം 3500 കിലോമീറ്റർ ആയിരുന്നു. ഞാൻ കാശ്മീർ പോകും, നാഗാലാൻഡിൽ പോകും, മേഘാലയയിൽ പോകും. അപ്പം ഞാൻ ഓർത്തുകൊണ്ടിരുന്ന ഞാൻ സ്വതന്ത്രനാണ്. പിന്നെ ഞാൻ മനസ്സിലായി ചങ്ങലയുടെ നീളം 3500 ആത്മാവിൽ പൊട്ടിച്ചു. അന്നേരത്തേക്കും അടുത്ത സ്ഥലം ഓപ്പണായി. ഇന്ന് രാത്രി ആ പരിധിയെ പൊട്ടിക്കുന്ന ഒരു അഭിഷേകത്തെ ആത്മാവ് ഇതിനകത്ത് പകരുക. ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങി ചിലരുടെ വിലാപ്പുറത്ത് തട്ടുന്ന രാത്രിയായി ഇന്ന് രാത്രി മാറുക. പരിധികളെ ഞാൻ ആത്മാവിൽ പൊളിക്കുക. ചില ദ്വീപുകൾ ചില അഭിഷക്തന്മാരുടെ മുമ്പിൽ ചില ദ്വീപുകൾ ഓപ്പണാകാൻ പോവുക. ഓസ്ട്രേലിയ പോലെയുള്ള ദ്വീപുകൾ ഓപ്പണാകാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. റോമാസനോട് ഓസ്ട്രേലിയ എന്ന് പണ്ടൊന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അത് ഓർത്തിട്ടല്ല പറഞ്ഞേ. അങ്ങനെ ചില ദ്വീപുകൾ ഓപ്പണാകാൻ പോവുക. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി കർത്താവ് ചിലരെ അങ്ങനെ ഓടിക്കാൻ പോവുക. പരിധിയെ പൊളിക്കുന്ന ഒരഭിഷേകം. അപ്പോൾ ഒരു സൈഡിൽ പ്രതികൂലമാണ്, ഒരു സൈഡിൽ ദൈവത്തിന്റെ സംരക്ഷണം. ഇനി ഇതൊന്നുമല്ല വിഷയം മറ്റൊന്നാ. ചിലർ ഈ പ്രതിസന്ധിക്കകത്ത്, ഈ പ്രതികൂലത്തിൻ്റെ അകത്ത്, നനയ്ക്കാത്ത നേരത്ത് വന്ന് ഭവിക്കുന്ന ഈ പ്രതികൂലങ്ങളുടെ, പ്രതിസന്ധികളുടെ നടുവിൽ തകർന്നു പോകും. മറ്റ് ചിലർ ഈ പ്രതിസന്ധികളെ സാധ്യതകളാക്കി മുന്നോട്ട് ഓടും. അപ്പൊ ഇന്ന് രാത്രി പ്രതിസന്ധികൾക്കകത്ത് തകരാനല്ല എന്നെ നിങ്ങളെ വിളിച്ചത്, അതിന്റെ നടുവിൽ ദൈവത്തിന്റെ സാധ്യത കണ്ട് മുന്നോട്ട് ഓടാനാണ്. ഇന്ന് രാത്രി ആർക്കാ ഈ പ്രതിസന്ധികളെ സാധ്യതകളാക്കി മാറ്റാൻ പറ്റുന്നത്? ഇത് പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കാം നമുക്ക്. ഒന്ന്, ദൈവം എൻ്റെ മറവിടമാണെന്ന് തിരിച്ചറിയുന്ന ഒരുവന്. അപ്പോൾ ഒന്ന്, ഞാനും നിങ്ങളും പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ഐ ഹാവ് എ സീക്രട്ട് പ്ലേസ്. എനിക്കൊരു മറവിടം ഉണ്ട്. ചിലപ്പോൾ പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ ചിന്തിക്കും, കർത്താവേ നീയും എന്നെ മറന്നു, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ പോലും എനിക്ക് ആരുമില്ലല്ലോ, എന്നെ ഒന്ന് സഹായിക്കാൻ എനിക്ക് ആരുമില്ലല്ലോ, എനിക്കൊന്ന് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ എനിക്കൊരു സ്ഥലമില്ലല്ലോ. പക്ഷെ ഇന്ന് രാത്രി അങ്ങനെ പറയുന്ന വ്യക്തി ജീവിതമേ, നിന്നെ നോക്കി ആത്മാവ് പറയുക, നിനക്കൊരു മറവിടമുണ്ട്. ഇനി ഈ മറവിടം എപ്പോഴാ വെളിപ്പെട്ട് വരുന്നേ? ശരിക്കും പ്രതികൂലം വരുമ്പോ, പ്രശ്നം വരുമ്പോ എനിക്ക് ആരുമില്ലെന്ന് തോന്നിപ്പോവുക. ബൈബിൾ പറയുകയാണ്, അവർ ദൈവത്തെ തപ്പി നോക്കി അവനെ കണ്ടെത്തേണ്ടതിന് തന്നെ, എങ്കിലും അവൻ നമ്മിലാർക്കും അകന്നിരിക്കുന്നവനല്ലതാനും. ശരിക്കും ദൈവം അടുത്തിരിക്കുന്നവനാണ്. കാരണം ബൈബിൾ പറയുന്നു, അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. അപ്പൊ എൻ്റെ പ്രതിസന്ധിയിൽ, എൻ്റെ വേദനയിൽ, എൻ്റെ ഇല്ലായ്മയിൽ, എൻ്റെ നിരാശയിൽ മറ്റാരെക്കാളും എൻ്റെ ഏറ്റവും അരികിൽ, എൻ്റെ തൊട്ടരികിൽ എൻ്റെ യേശു കർത്താവ് ഉണ്ട്. പക്ഷെ ഈ പ്രതിസന്ധി കാരണം എൻ്റെ കണ്ണ് അന്ധത പിടിച്ചിരിക്കുക. ഇന്ന് ഞാൻ കാണുന്നത് ഹാഗാർ കണ്ണു തുറന്നപ്പോൾ കണ്ട പോലെയുള്ള കാര്യങ്ങളാണ്. ഹാഗാർ കണ്ടു തുറന്നപ്പോൾ കണ്ടതെന്താ? ഹാഗാർ കണ്ണു തുറന്നപ്പോൾ കണ്ടത് മുഴുവൻ മരുഭൂമിയാണ്. അവൾ കണ്ടത് മുഴുവൻ ശൂന്യതയാണ്. അവൾ കണ്ടത് അയ്യം വിളിച്ച് നിലവിളിക്കുന്ന ബാലന്റെ നിലവിളിയാണ്. എന്നാൽ ആ ശൂന്യത കണ്ട ഹാഗാറിന്റെ കണ്ണിനെ യഹോവ തുറന്നു. യഹോവ കണ്ണു തുറന്നപ്പോൾ അവൾ കണ്ടു മരുഭൂമിയിൽ ഒരു ഉറവ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരുതൽ കാണാൻ ആത്മീക നയനങ്ങളെ പരിശുദ്ധാത്മാവ് തുറക്കുന്ന രാത്രിയായി ഇന്ന് രാത്രി മാറട്ടെ. അവൻ കരുതുന്നവനാ, അവൻ പോറ്റുന്നവനാ,
അവൻ പുലർത്തുന്നവനാ. പക്ഷേ പ്രതിസന്ധി കണ്ണിനെ മന്ദത പിടിപ്പിച്ചു. അപ്പോൾ ഒന്ന് മറവിടം ഉണ്ട്, ശരിയാ. പക്ഷെ പ്രതിസന്ധിക്കകത്ത് ആ മറവിടം ഉണ്ടെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ ദൈവം പറയുകയാണ്, തപ്പി നോക്കിയാ നീ ഇതിനെ കണ്ടെത്തും. അപ്പൊ എങ്ങനെയാ തപ്പുന്നേ? ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ആ പ്രതിസന്ധിയുടെ നടുവിൽ, ആ ഇല്ലായ്മയുടെ നടുവിൽ, ആ വേദനയുടെ നടുവിൽ, ആ രോഗത്തിന്റെ നടുവിൽ അവനെ നിനക്ക് അടുത്തറിയണോ? അവനെ നിന്റെ മുമ്പിൽ ഒന്ന് കണ്ടെത്തണോ? അത് വിശ്വാസത്തിന്റെ വാക്ക് നീ പറ. അപ്പോൾ വിശ്വാസത്തിന്റെ വാക്ക്, അദൃശ്യനായ ദൈവത്തെ, ആ പ്രതിസന്ധിയുടെ മുമ്പിൽ അവനെ വെളിപ്പെടുത്തുന്നതാണ് വിശ്വാസത്തോടെയുള്ള നിന്റെ വാക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്ന്, എനിക്കൊരു മറവിടമുണ്ട്. ആ മറവിടത്തെ എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് എപ്പോഴാ? ഞാൻ വിശ്വാസത്തിന്റെ വാക്ക് പറയുന്നവൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇത് ചെയ്യുമെന്ന് ഞാൻ പറയുമ്പോൾ എനിക്കത് വെളിപ്പെടുക. എൻ്റെ യേശു ഈ വിഷയത്തിന് മതിയായവനാണെന്ന് ഞാൻ പറയുമ്പോൾ അവൻ വെളിപ്പെടുക. നഹൂം പ്രവാചകന്റെ പുസ്തകം 1:7 ബൈബിൾ പറയുക, യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണമാകുന്നു. അടുത്ത വാക്ക്, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നമ്മെ ആരൊക്കെ അറിയാതിരുന്നാലും ആശ്രയിക്കുന്നവനെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടാണോ? ഇന്ന് രാത്രി ആ ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ എൻ്റെ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് അത് വിശ്വസിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി നിന്നെ ആരും അറിഞ്ഞില്ലെങ്കിലും അവൻ നന്നായി അറിയുക. ഹന്ന ദൈവപാദപീഠത്തിൽ കടന്നു വരുമ്പോൾ അവളുടെ ഹൃദയത്തിന്റെ വേദനയെ അറിയാൻ പുരോഹിതന് കഴിഞ്ഞില്ല. എന്നാൽ ബൈബിൾ പറയുന്നു 1 ശമൂവേൽ 1:18, അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. എന്ന് പറഞ്ഞാൽ ഈ ഉലകത്തിൽ ആർക്കും നിന്റെ മുഖത്തെ മ്ലാനമാക്കാൻ കഴിയാത്ത നിലവാരത്തിൽ നിന്റെ മുഖം വാട്ടത്തെ എടുത്തു കളയാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവന്റെ പേരത്രേ നസ്രയനായ യേശു. അവൻ നിന്റെ വിഷയത്തിന്റെ അകത്ത് ഇടപെട്ടാൽ പിന്നെ ഒരിക്കൽ പോലും നിന്റെ മുഖം മ്ലാനമാകത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എവിടെയൊക്കെയോ മുഖം വാട്ടം കൊണ്ടിടുന്ന ആ മേഖലയ്ക്കകത്ത് ആത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുക. നിന്റെ മുഖം വാട്ടത്തെ എന്നേക്കുമായി യേശുനാഥൻ എടുത്തു മാറ്റുന്ന രാത്രിയായി ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ അകത്ത് കർത്താവ് മാറ്റുക. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ആത്മാവിൽ അതിനെ ഒന്ന് സ്വീകരിച്ചാട്ടെ. എല്ലാ മുഖം വാട്ടങ്ങളും ഇന്ന് രാത്രി മാറട്ടെ. എല്ലാ നിരാശകളുടെ അനുഭവങ്ങളും ഇന്ന് രാത്രി മാറട്ടെ. എല്ലാ നിന്ദയുടെ അനുഭവങ്ങളും ഇന്ന് രാത്രി മാറട്ടെ. ഇന്ന് രാത്രി ആനന്ദത്തെ പരിശുദ്ധാത്മാവ് ഉടുപ്പിക്കുന്ന രാത്രിയായി മാറട്ടെ. അപ്പോൾ വിശ്വാസത്തിന്റെ വാക്ക് പറയുമ്പോൾ ആ അദൃശ്യനായ ദൈവം നിന്റെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെട്ട് വരിക. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കുമെന്ന് വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞപ്പോ ദൈവം ശത്രുവിനെ അങ്ങ് മിണ്ടാതാക്കി. 6:15 നെഹമ്യാ 6:15 ബൈബിൾ പറയുന്നു, ഇങ്ങനെ 52 ദിവസം കൊണ്ട് മതിൽ പണിത് തീർത്തു. അടുത്ത വാക്ക്, ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ശത്രുക്കളെല്ലാം അതൊന്ന് കേട്ടു. അടുത്ത വാക്ക്, അവർക്ക് തന്നെ അവർ അല്പന്മാരായി തോന്നി. അടുത്ത വാക്ക്, ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ പ്രവൃത്തി സാധ്യമായെന്നവർ ഗ്രഹിച്ചു. ഇന്ന് രാത്രി നിന്റെ ബന്ധുക്കൾ ഗ്രഹിക്കാൻ പോകുക, നിന്റെ കൂടെ ദൈവം ഉണ്ടെന്നും ആ ദൈവത്തിന്റെ സഹായത്താൽ നീ ഉയർത്തപ്പെടുന്നെന്നും നീ ആദരിക്കപ്പെടുന്നെന്നും നിന്റെ ബന്ധുമിത്രാദികൾ അറിയത്തക്ക നിലവാരത്തിൽ നിന്റെ ജീവിതത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ. യേശുവിന്റെ നാമത്തിൽ അപ്പൊ നമുക്ക് പറ്റുന്ന ഒരു കുഴപ്പം എന്നാണെന്നറിയാവോ? ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ വേദനയുടെ നടുവിൽ നമ്മൾ ആഗ്രഹിക്കത്തക്ക നിലവാരത്തിൽ ദൈവം ഒന്ന് വിടുവിക്കണം നമ്മൾ ചിന്തിക്കുന്നത്. എനിക്കൊരു പ്ലാനുണ്ട്, എനിക്കൊരു പദ്ധതിയുണ്ട്. അപ്പൊ എൻ്റെ പദ്ധതി പ്രകാരം ദൈവം ഒന്ന് പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി വിഭിന്നമാണ്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി എന്താന്ന് ഞാൻ പറയാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ അകത്ത്
ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് പറയുന്നുണ്ട്. 29:11 നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രയെന്ന് അത് യഹോവയുടെ അരുളപ്പാട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നീ അഭിമുഖീകരിക്കുന്ന ആ പ്രശ്നത്തിന്റെ നടുവിലും ഒരു നന്മ ഒരുക്കാൻ യേശു കർത്താവ് മതിയായവനാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുക. ആ വിഷയത്തിന്റെ നടുവിൽ അയ്യോ നീ പറഞ്ഞില്ലേ ഇതെന്നെ തകർക്കാനാന്ന്, അയ്യോ നീ പറഞ്ഞില്ലേ ഇതെന്നെ മുടിച്ചു കളയാനാന്ന്, അയ്യോ നീ പറഞ്ഞില്ലേ ഇതെന്നെ ഇല്ലായ്മ ചെയ്യാനാന്ന്, അല്ലല്ലല്ല, ഇത് നിന്റെ തിന്മയ്ക്കല്ല, ഇത് നന്മയ്ക്കാണെന്ന് യേശു കർത്താവ് വചനത്തിലൂടെ നമുക്ക് ഉറപ്പ് നൽകുക. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, യെരമ്യാവ് പ്രവാചകന്റെ പുസ്തകം 32:39 പറയുകയാണ്, അവർക്കും അവരുടെ സന്തതിക്കും ഗുണം വരത്തക്കവണ്ണം അവർ എന്നെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം ഒരു കാര്യം ചെയ്യുന്നത് എനിക്ക് ഗുണം വരാനാണ്. ദൈവം ഒരു കാര്യം ചെയ്യുന്നത് എനിക്ക് മാത്രം ഗുണം വരാനല്ല, എൻ്റെ തലമുറയ്ക്കും ഗുണം വരാനാണ്. അപ്പോൾ എനിക്കും എൻ്റെ സന്തതിക്കും. എന്നിട്ട് അതിൻ്റെ മുന്നോട്ട് വായിക്കാൻ പറയുകയാണ്, ഞാൻ അവരെ വിട്ടു പിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ഞാൻ അവരോടൊരു ശാശ്വത നിയമം ചെയ്യും. ഇന്ന് രാത്രി ചിലരോട് ദൈവം ചില ഉടമ്പടികളെ ചെയ്യാൻ പോവാ. ഇന്ന് പകലിൽ നമ്മളൊരു അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ശുശ്രൂഷയിൽ ഒരു ഉടമ്പടി കണ്ടു. അതുപോലെ ഇന്ന് ചിലരുമായിട്ട് ദൈവം ചില ഉടമ്പടിയിൽ ഏർപ്പെടുക. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്ക് കർത്താവ് പറയുകയാണ്, അവർ എന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ എങ്കലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും, ഞാൻ അവരിൽ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യും. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ പറയുകയാണ്, വാഗ്ദത്തം ചെയ്ത ദേശത്ത് ഞാൻ അവരെ നടും. ഹല്ലേലൂയ. ഏതാ ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്ത ദേശം? അവിടെ ദൈവം നിന്നെ നടുമെന്ന്. ഹല്ലേലൂയ. ഞാൻ അവർക്ക് വാഗ്ദത്തം ചെയ്ത എല്ലാം നന്മ അവർക്ക് കൊടുക്കും. അതിൻ്റെ താഴേക്ക് വരുമ്പോൾ പറയുകയാണ്, അവിടെ ആധാരങ്ങളെ അവർ എഴുതും. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വന്തമായി വസ്തുവില്ലാത്ത, സ്വന്തമായി ആലയമില്ലാത്ത, ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? അഭിഷക്തന്മാരെന്നെ കേൾക്കുന്നുണ്ടോ? ആധാരങ്ങളെ നീ എഴുതുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ. ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഹല്ലേലൂയ. മനുഷ്യരാൽ അസാധ്യം എന്ന ദൈവത്താൽ സാധ്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഈ വിശ്വാസത്തിൻ്റെ വാക്ക് പറയും. ഞാൻ വിശ്വാസത്തിൻ്റെ വാക്ക് പറയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വാഗ്ദത്ത സന്തതിയാണ്. വാഗ്ദത്ത സന്തതി എന്ന് പറഞ്ഞാൽ ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട മാതാപിതാക്കൾക്ക് വിശ്വാസത്താൽ ജനിച്ച ഒരു വാഗ്ദത്ത സന്തതിയാണ്. എന്ന് പറഞ്ഞാൽ അവർ ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് ദൈവം വാഗ്ദത്തം ചെയ്ത് അവർക്ക് കൊടുത്തതാണ്. പക്ഷെ കൃപയാൽ ഞാൻ വളർന്നത് ഈ ക്രിസ്തു മാർഗത്തിലാണ്. അതുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കും. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു ബ്രദറിനോട് ചോദിച്ചു, അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ, തലമുറകളില്ലാത്തവർക്ക് തലമുറകളെ ദൈവം അതിൻ്റെ നടുവിൽ കൊടുക്കും. 100% ഉറപ്പാ. കാരണം എൻ്റെ ദൈവമാണ് അത്ഭുത മന്ത്രിയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചു, ഒരു സിസ്റ്റർ ഒരു മീറ്റിങ്ങിൻ്റെ ഇടയിൽ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് തലമുറയെ നൽകാൻ പോവുക. ദൂതൊക്കെ ഞാൻ മറന്നു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, ആ സിസ്റ്ററിന് തലമുറയായോ? അന്നേരം ആ ബ്രദർ എന്നോട് പറയുക, അവർക്ക് എപ്പോഴോ ദൈവം തലമുറ കൊടുത്തു എന്ന് പറഞ്ഞ്. ഇന്ന് രാത്രിയും അങ്ങനെ ഏതെങ്കിലും തലമുറകളുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് നിനക്ക് ഗുണം വരത്തക്കവണ്ണം നിനക്ക് നന്മ ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ഒരു ഹന്നയുടെ ഉദരത്തിൻ്റെ അകത്ത് ഒരു തലമുറയെ നൽകിയവൻ ഇന്ന് രാത്രി നിന്റെ ആ ശൂന്യാവസ്ഥയെ മാറ്റി നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു അത്ഭുതം ചെയ്യാൻ അവൻ മതിയായവനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം ഗുണം വരത്തക്കവണ്ണം ചെയ്യുന്ന. അപ്പം ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആധാരം എഴുതുമെന്ന് ദൈവം പറഞ്ഞാൽ കർത്താവ് അത് ചെയ്യും. അൻസംഭാഷെ ആധാരം എഴുതും, ബ്രദറെ ആധാരം എഴുതും. ഇന്ന് വിശ്വസിക്കുന്ന അഭിഷക്തന്മാരെ ആധാരം എഴുതും. ഹല്ലേലൂയ. കാരണം ബൈബിൾ പറയുന്നു, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഗുണം വരത്തക്കവണ്ണം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അപ്പൊ ഈ ദൈവം വിടുവിക്കുന്ന 2 തരത്തിലാണ്. ഒന്ന്, ഒരു പ്രശ്നത്തിൽ ഞാൻ അകപ്പെടും മുമ്പേ ദൈവം എന്നെ വിടുവിക്കും. അത് ദൈവത്തിന്റെ സ്നേഹം ഞാനൊന്ന് അറിയാനാണ്. 2, പ്രശ്നത്തിന്റെ നടുവിൽ
ഞാൻ ആയിരിക്കുമ്പോൾ ഇറങ്ങി വന്ന് വിടുവിക്കും. അത് എൻ്റെ ആശ്രയം ഒന്ന് വർദ്ധിപ്പിക്കാനാണ്. രണ്ടാണെങ്കിലും വിടുതൽ ഉറപ്പാണ്. പ്രശ്നത്തിൽ നീ അകപ്പെടാതെ വിടുവിക്കും. അത് നിന്റെ ആ ദൈവ സ്നേഹത്തിൻ്റെ ആഴം നിന്നെ ഒന്ന് അറിയിക്കാനാണ്. രണ്ട്, പ്രശ്നത്തിൻ്റെ നീ ആയിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് വിടുവിക്കും. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ തീച്ചുളയുടെ നടുവിലായിരുന്നപ്പോൾ അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് വിടുവിച്ചതുപോലെ നീ ഇന്ന് നിന്നെ ദഹിപ്പിക്കുമെന്ന് പറയുന്ന ആ പ്രശ്നത്തിൻ്റെ നടുവിൽ അവൻ ഇറങ്ങി വന്ന് വിടുവിക്കും. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? നിന്റെ ആശ്രയം ഒന്ന്, അതെ ഹല്ലേലൂയ, അവനിലുള്ള ആശ്രയം ഒന്ന് വർദ്ധിപ്പിക്കാനാ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ജനം ഭാഗ്യമുള്ളത്. ഇന്ന് രാത്രി നിങ്ങൾക്ക് അങ്ങനെയൊന്ന് ആശ്രയിക്കാൻ പറ്റിയോ? നിങ്ങൾ അത്ഭുതം കാണും. അപ്പോൾ വേഗത്തിൽ നിർത്താം. ഒന്ന്, എനിക്ക് നിങ്ങൾക്കൊരു മറവിടമുണ്ട്. ആ മറവിടം വെളിപ്പെടും. എപ്പോഴാ? വിശ്വാസത്തിന്റെ വാക്ക് പറയുമ്പോൾ ആ മറവിടം വെളിപ്പെടും. കാരണം ബൈബിൾ പറയുന്നു, മരണവും ജീവനും നാവിന്റെ അധികാരത്തിലായി ആകുന്നു ഇരിക്കുന്നത്. അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. ഹല്ലേലൂയ. അപ്പോൾ സാഹചര്യങ്ങളെ നോക്കി വചനം പറയണം, പ്രശ്നങ്ങളെ നോക്കി വചനം പറയണം. അസ്ഥി താഴ്വരയിൽ പ്രവാചകനെ കൊണ്ട് നിർത്തി. ഹല്ലേലൂയ. പ്രവാചകൻ പറയുകയാണ്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. അപ്പോൾ ദൈവ വചനത്തിന് ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കാൻ ശക്തിയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവ വചനം നിന്റെ കാതിൽ മുഴങ്ങുമ്പോൾ നിന്റെ നിർജീവ മേഖലയ്ക്കകത്ത് ഇപ്പോൾ ഒരു ജീവൻ വ്യാപരിക്കുക. എവിടെയാ നിർജീവത്വം വ്യാപരിക്കുന്നത്? നിന്റെ സാമ്പത്തിക മേഖലയ്ക്കകത്താണോ? ഇന്ന് രാത്രി അവിടെ ഒരു ജീവൻ വ്യാപരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്താണോ? ഹല്ലേലൂയ. എവിടെയാ ഉണങ്ങിക്കിടക്കുന്നത്? ആ ഉണങ്ങിയ അവസ്ഥകളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ജീവിപ്പിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനം ജീവിപ്പിക്കുന്നതാ. അപ്പോൾ സാഹചര്യങ്ങളെ നോക്കി വചനം പറയണം. സാഹചര്യങ്ങളെ നോക്കി വചനം പറയണം. വചനം ഡിക്ലെയർ ചെയ്യണം. വചനം സാഹചര്യങ്ങളെ തിരിക്കും. ഹല്ലേലൂയ. കാരണം വചനം എന്താ? ജീവനാ. വചനം ശക്തിയാ. ഹല്ലേലൂയ. അപ്പോൾ സാഹചര്യങ്ങളെ നോക്കി വചനം പറയട്ടെ. അപ്പോൾ ഒന്ന്, എനിക്കൊരു മറവിടമുണ്ട്. ഞാൻ വിശ്വാസം ഏറ്റുപറഞ്ഞപ്പോൾ ആ മറവിടം എനിക്ക് വെളിപ്പെട്ടു. അപ്പോൾ എൻ്റെ അവസ്ഥ, വിഷയം വരുമ്പോൾ ഞാൻ ഓടി വരും, വിശ്വാസം ഏറ്റുപറയും, മറവിടം വെളിപ്പെട്ടു, പ്രശ്നത്തിന് പരിഹാരമായി. പിന്നെയും കുറെ കഴിയുമ്പോൾ ഞാൻ പിന്നെയും തണുത്ത് പുറകോട്ട് പോകും, പിന്നെയും പ്രശ്നം വരും, ഞാൻ ഓടി വരും, ആ മറവിടമുണ്ട്, വിശ്വാസത്താൽ ഏറ്റുപറയും, വിടുതലായി. അവസാനം എനിക്കൊരു ബോധ്യമായി, ഇങ്ങനെ ഞാൻ ചുമ്മാ ഓടി നടന്നിട്ട് കാര്യമില്ല. അത് ഞാനൊരു തീരുമാനമെടുത്തു. മുന്നോട്ട് വരുമ്പോൾ ഹല്ലേലൂയ, ഞാൻ അത്യുന്നതനെ എൻ്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒന്ന്, എനിക്കൊരു മറവിടമുണ്ട്. രണ്ട്, ആ മറവിടത്തെ എനിക്ക് വെളിപ്പെടുന്നത് ഞാൻ വിശ്വാസം ഏറ്റുപറയുമ്പോഴാണ്. മൂന്ന്, ആ മറവിടത്തെ നീ നിന്റെ വാസസ്ഥലമാക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ അത്യുന്നതനെ വാസസ്ഥലമാക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ ആ സാന്നിധ്യം വിട്ടുപിരിയാതെ അതിൻ്റെ അകത്തിരിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടണം. അങ്ങനെ വെളിപ്പെട്ടാലുള്ള ഗുണം എന്തുവാ? സങ്കീർത്തനം 92:13 ബൈബിൾ പറയുകയാണ്, യഹോവയുടെ ആലയത്തിൽ നടുതലയായവൻ അവന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. അപ്പോൾ ആ സാന്നിധ്യത്തിന്റെ അകത്ത് നീ നിന്റെ വാസസ്ഥലമാക്കി അതിൻ്റെ അകത്തിരുന്നാൽ ഒരു തഴയ്ക്കുന്ന അനുഭവം വെളിപ്പെടും. അപ്പോൾ മറവിടമുണ്ട്. മറവിടത്തെ എൻ്റെ മുന്നിൽ വെളിപ്പെടുത്തുന്നത് ഞാൻ വിശ്വാസത്തെ ഏറ്റുപറയുമ്പോഴാണ്. മൂന്ന്, ആ മറവിടത്തെ എൻ്റെ വാസസ്ഥലമാക്കി ഞാൻ മാറ്റണം. അങ്ങനെ വാസസ്ഥലമാക്കി മാറ്റിയാൽ തഴയ്ക്കും. ദൈവം നിങ്ങളെ നടുന്ന സ്ഥലത്ത് നിങ്ങൾ അതേ ഹല്ലേലൂയ നിന്നാൽ നിങ്ങൾ തഴയ്ക്കും. അഭിഷക്തനോട് ചേർത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ നട്ടിട്ടുണ്ടെങ്കിൽ ആ അഭിഷക്തനോട് ചേർന്ന് നിങ്ങൾ നടന്നാൽ നിങ്ങൾ തഴയ്ക്കും. ഹല്ലേലൂയ. ഒരു ശമൂവേൽ എങ്ങനെയാ തഴച്ചത്? അവൻ ആലയം വിട്ടുപിരിയാതെ ആ സാന്നിധ്യത്തോട് ചേർന്നിരുന്നപ്പോൾ അവനെ ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന പ്രവാചകനാക്കി ദൈവം പുറത്തെടുത്തെങ്കിൽ ഇന്ന് രാത്രി ആ സാന്നിധ്യത്തോട് ചേർന്ന് ആ സാന്നിധ്യത്തെ വാസസ്ഥലമാക്കി മാറ്റിയ ദൈവം ഇതിലെ നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു തഴയ്ക്കുന്ന അനുഭവം ഉണ്ടായിരിക്കും. ഉണങ്ങിയ വടി, ഒരു സാധ്യതയുമില്ലാത്തത് ആ സാന്നിധ്യത്തിൻ്റെ അകത്ത് ചേർന്നിരുന്നപ്പോൾ അത് തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചെങ്കിൽ ആ സാന്നിധ്യം നിന്റെ ഉണങ്ങിയ അവസ്ഥകളെ അത് തഴയ്ക്കുമാറാക്കുന്നതാണ്, അത് ഫലം പുറപ്പെടുവിക്കുമാറാക്കുന്നതാണ്. അപ്പോൾ സാന്നിധ്യത്തെ വാസസ്ഥലമാക്കി മാറ്റണം. അങ്ങനെ വാസസ്ഥലമാക്കി മാറ്റിയാലുള്ള ഗുണം എന്തുവാ? അതിൻ്റെ അകത്താണ് ട്രാൻസ്ഫോർമേഷൻ വെളിപ്പെടുന്നത്. അതിൻ്റെ അകത്താണ് രൂപാന്തരം വെളിപ്പെടുന്നത്. എന്താ രൂപാന്തരം? ഹല്ലേലൂയ. എനിക്കൊരു മറവിടമുണ്ട്,
വിശ്വാസത്താൽ ഞാൻ ഏറ്റുപറഞ്ഞപ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റുപറഞ്ഞപ്പോൾ ആ മറവിടം എനിക്ക് വെളിപ്പെട്ടു. എൻ്റെ പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ ആ മറവിടത്തെ ഞാൻ എൻ്റെ വാസസ്ഥലമാക്കി മാറ്റി. ആ മറവിടത്തിൽ ഞാൻ ഇരുന്നു. അങ്ങനെ ഞാൻ ഇരുന്നപ്പോൾ എനിക്കൊരു രൂപാന്തരം വന്നു. എന്താ രൂപാന്തരം? കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ മറവിടത്തിൽ എങ്ങനെ ഇരിക്കുന്നത്? ആ വാസസ്ഥലത്തിൽ എങ്ങനെ ഇരിക്കുന്നത്? എൻ്റെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ. അങ്ങനെ ഞാൻ ഇരിക്കുക. ഇരുന്നിരുന്ന് എന്നാ സംഭവിച്ചത്? അടുത്ത വാക്യം, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. എന്താ മാറ്റം സംഭവിച്ചത്? എൻ്റെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ. എൻ്റെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ. അങ്ങനെ മറഞ്ഞിരുന്ന് പിന്നെ നോക്കുമ്പോൾ എൻ്റെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ എന്ന ആ തലം മാറി എൻ്റെ ജീവൻ ക്രിസ്തുവായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് നീ ഇരുന്നാൽ നിന്റെ ജീവൻ ക്രിസ്തുവായി മാറും. അങ്ങനെ നിന്റെ ജീവൻ ക്രിസ്തുവായാൽ എന്താ സംഭവിക്കുന്നത്? ആ ജീവൻ നായകൻ, ഓ ഹല്ലേലൂയ, സെബൂലും ദേശത്തൊന്ന് ചെന്നു, നഫ്താലി ദേശത്തൊന്ന് ചെന്നു, ആ കടൽക്കരയിലേക്കൊന്ന് ചെന്നു, ആ ഗലീലയിലേക്കൊന്ന് ചെന്നു. എന്താ സംഭവിച്ചത്? ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ നിഴലിൽ പാർത്തവർക്ക് ജീവന്റെ പ്രകാശം ഉദിച്ചു. നിന്റെ ജീവൻ ക്രിസ്തുവായാൽ ഇരുളടഞ്ഞ മേഖലകൾക്കകത്ത് നീ ചെല്ലുമ്പോൾ വെളിച്ചം വീശും. അതിന്റെ ജീവൻ ക്രിസ്തുവായാൽ നീ ചെല്ലുന്ന വീട്ടിൽ നിന്ന് മരണം മാറും, ജീവൻ അവിടെ വാഴും. ഹല്ലേലൂയ. നൈൻ എന്ന പട്ടണത്തിന്റെ അകത്ത് ഇടനെഞ്ചു പൊട്ടി നിലവിളിച്ചുകൊണ്ട് ആ പിഞ്ചു മകന്റെ ശവമഞ്ചത്തിന്റെ പുറകെ അനുഗമിക്കുക മാതാവ്. എന്നാൽ ആ നൈന പട്ടണത്തിലേക്ക് നസ്രയനായ യേശുനാഥൻ കടന്നു ചെല്ലുക. യേശു ആരാണ്? അവൻ പുനരുത്ഥാനവും ജീവനുമാണ്. ആ യേശു ചെന്നിട്ട് മഞ്ചത്തെ തൊട്ടപ്പം മരണം മാറിയെന്ന്. അങ്ങനെയെങ്കിൽ ആ ക്രിസ്തു എന്നിൽ വ്യാപരിച്ചാൽ, ആ ക്രിസ്തു എൻ്റെ ജീവനായാൽ, ഞാൻ ചെല്ലുന്ന ഭവനത്തിൻ്റെ അകത്തെ മരണത്തിൻ്റെ വ്യാപാരങ്ങൾ മാറും, അവിടെ ജീവൻ വാഴും. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചിലരുടെ ജീവനായി ക്രിസ്തു മാറുന്ന രാത്രിയായി ഇന്ന് രാത്രി മാറട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ബൈബിൾ പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പൊ പുതുക്കം നടക്കുന്നത് എവിടെയാ? ആ മറവിടത്തെ നിന്റെ വാസസ്ഥലമാക്കി നീ മാറ്റുമ്പോഴാ. പിന്നെ നിന്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്താ? നീ കഴുകനെ പോലെ ചിറകടിച്ച് കയറും. പിന്നെ നീ തളർന്നു പോകാതെ ഓടും. പിന്നെ നീ ക്ഷീണിച്ചു പോകാതെ നടക്കും. ഇന്ന് രാത്രി നീ ക്ഷീണിച്ച ആ മേഖലയുണ്ടല്ലോ, അവിടെ ക്ഷീണിക്കാതെ നിന്നെ ഓടിക്കുന്നത് ആ മറവിടത്തെ നീ വാസസ്ഥലമാക്കി മാറ്റുമ്പോഴാ. അങ്ങനെ മറവിടത്തെ വാസസ്ഥലമാക്കിയവനോടാ ബൈബിൾ പറയുന്നത്, ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും എന്ന് പറഞ്ഞാൽ, അങ്ങനെ നീ മറവിടത്തെ വാസസ്ഥലമാക്കിയാൽ നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന, എൻ്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ആ പദ്ധതി, ആ അസൈൻമെന്റ് പൂർത്തീകരിക്കാതെ ഒരു ശത്രുവിനും എൻ്റെ പ്രാണനെ തൊടാൻ അവൻ അനുവാദം നൽകിയില്ലെന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രി അങ്ങനെ മറവിടത്തെ വാസസ്ഥലമാക്കുന്ന ഒരു കൂട്ടം ഇതിൻ്റെ അകത്ത് എഴുന്നേൽക്കട്ടെ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ ഒന്ന് അടയട്ടെ. ഹല്ലേലൂയ. എനിക്കൊരു മറവിടം ഉണ്ട്, എനിക്കൊരു അഭയസ്ഥാനം ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ വിശ്വാസത്തിന്റെ വാക്കേറ്റ് പറയുമ്പോൾ ഹല്ലേലൂയ, ആ മറവിടം എനിക്ക് വെളിപ്പെടുക. ആ മറവിടത്തെ ഞാൻ എൻ്റെ വാസസ്ഥലമാക്കി മാറ്റുക. അങ്ങനെ ആ മറവിടത്തെ ഞാൻ എൻ്റെ വാസസ്ഥലമാക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു രൂപാന്തരം വെളിപ്പെടുക. ഇന്ന് രാത്രി അങ്ങനെ ചിലരുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു രൂപാന്തരത്തെ പരിശുദ്ധാത്മാവ് നൽകുന്ന രാത്രിയായി ഇന്ന് രാത്രി മാറട്ടെ. അങ്ങനെ ഇരിക്കുന്ന ഒരുവനോടാ പറയുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. ഇന്ന് രാത്രി അങ്ങനെ പറ്റിയിരിക്കുന്ന ഒരു അനുഭവം വെളിപ്പെടട്ടെ. അങ്ങനെ അതെ രൂപാന്തരം വരുന്ന ഒരു അനുഭവം വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി ആ അപ്പനോടൊന്ന് ചോദിച്ചേ, കർത്താവേ, ഇന്ന് രാത്രി ആ മറവിടത്തിലേക്ക് ഞാനൊന്ന് മറയുക, അതെൻ്റെ വാസസ്ഥലമാക്കി ഞാനൊന്ന് മാറ്റുക. എൻ്റെ ജീവിതത്തിൻ്റെ അകത്തൊരു രൂപാന്തരം നൽകണമേ. എൻ്റെ ജീവനായ ക്രിസ്തു ഒന്ന് മാറട്ടെ, എൻ്റെ ജീവനായ ക്രിസ്തു ഒന്ന് മാറട്ടെ. അങ്ങനെ നിന്റെ ജീവനായ ക്രിസ്തു മാറുമ്പോൾ നീ നടന്നാൽ, ഹല്ലേലൂയ, നിന്റെ നിഴൽ തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാകും. ഹല്ലേലൂയ. നിന്നെ കാണുമ്പോൾ ഭൂതങ്ങൾ അതേ അലറി വിളിച്ചുകൊണ്ട് അതിൻ്റെ മുമ്പിൽ കീഴടങ്ങും. കാരണം നിന്റെ ജീവൻ ക്രിസ്തുവായി മാറി. അങ്ങനെയുള്ളവനെയാണ് നിന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നു എന്ന് ബൈബിൾ പറയുന്നത്. നിന്നെ കണ്ടാൽ യേശുവിനെ കാണുന്ന പോലെ ആകണമെങ്കിൽ നിങ്ങളുടെ ജീവൻ ക്രിസ്തുവായി ഒന്ന് മാറണം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ.
അർത്ഥന രഗൽക്കനാദ രക്ഷസ്വരം ധനാദി അടകമന ജരദരഗദന ദരഗക്ഷക ധനാദ രക്ഷസ്വരം ധനാദി. എൻ്റെ ജീവനായി ക്രിസ്തു എന്ന് മാറട്ടെ, എൻ്റെ ജീവനായി ക്രിസ്തു എന്ന് മാറട്ടെ, എൻ്റെ ജീവനായി ക്രിസ്തു എന്ന് മാറട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ, ആ ക്രിസ്തുവിൻ്റെ ജീവൻ എൻ്റെ അതേ ശരീരത്തിൻ്റെ അകത്ത് എൻ്റെ അസ്ഥികളുടെ മേൽ, എൻ്റെ ഹല്ലേലൂയ അല്ലെ സകല അവയവങ്ങളുടെ മേലും വ്യാപരിക്കുന്ന രാത്രിയായി ഇത് രാത്രി ഒന്ന് മാറട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഇന്ന് രാത്രി. കർത്താവേ ഹല്ലേലൂയ, ഞങ്ങൾക്കൊരു മറവിടം ഉണ്ടെന്നങ്ങ് പറഞ്ഞല്ലോ. ഇന്ന് രാത്രി വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുമ്പോൾ ആ മറവിടം വെളിപ്പെട്ട് വരുമെന്നങ്ങ് പറഞ്ഞല്ലോ. ആ മറവിടത്തെ ഞങ്ങളുടെ വാസസ്ഥലമാക്കണമെന്നങ്ങ് പറഞ്ഞല്ലോ. ആ വാസസ്ഥലത്ത് ഞങ്ങൾ ഇരുന്നാൽ ഞങ്ങൾക്കൊരു രൂപാന്തരം ഉണ്ടാകുമെന്നങ്ങ് പറഞ്ഞല്ലോ. ഇന്ന് രാത്രി അങ്ങനെ ഒന്ന് ഈ വ്യക്തി ജീവിതങ്ങളുടെ മേൽ, ഈ അഭിഷക്തന്മാരുടെ മേൽ, ഞങ്ങളുടെ മേൽ ഒരുപോലെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ, അങ്ങനെ ആ ക്രിസ്തു ഉള്ളവരായി ആ ക്രിസ്തുവിൽ ചലിക്കുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെട്ട് വരട്ടെ. ക്രിസ്തു ഞങ്ങളുടെ ജീവനായി മാറട്ടെ, ക്രിസ്തു ഞങ്ങളുടെ പ്രാണനായി മാറട്ടെ. ഹല്ലേലൂയ, ശമാന റഗൽക്കനാദ രക്ഷസ്വരം ധനാദി. ഞങ്ങൾ ഹല്ലേലൂയ, ഹല്ലേലൂയ പൂർണ്ണമായി ഹല്ലേലൂയ ക്രിസ്തുവിൽ ഒന്ന് മറയുന്ന അനുഭവം ഇന്ന് രാത്രി വെളിപ്പെട്ട് വരട്ടെ. കർത്താവേ, ഇന്ന് രാത്രി ആരെങ്കിലും രോഗികളായോ നിരാശരായോ ഒക്കെ ഭാരപ്പെടുന്നെങ്കിൽ സൗഖ്യമാക്കുന്ന നസ്രയന്റെ കരം അവരെ തൊട്ടതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. വിടുതലോടെ അതേ സൗഖ്യത്തോടെ ഈ ജനം മടങ്ങട്ടെ, ഒരു പുത്തൻ അഭിഷേകത്തോടെ ഈ ജനം മടങ്ങട്ടെ. അതിരുകളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വിശാലമാക്കി പ്രാർത്ഥിക്കുകയാണ്. പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകലത്തിലും ഈ ദൈവജനം ശുഭത അനുഭവിക്കട്ടെ. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരവും ശബ്ദം ഉയർത്തി കർത്താവിന്റെ ഒരു മഹത്വം കരയറ്റിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസരങ്ങൾ വേർതിരിച്ച വിശുദ്ധന്മാരോട് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ കർത്താവ് വളരെ ആഴത്തിൽ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് വൈകുന്നേരത്തേന് എഴുതി വെച്ച ദൂതാണിത്. എന്നോട് കർത്താവ് മിണ്ടിയത് ഞാൻ എഴുതി വെച്ചു. അത് പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ദാസനിലൂടെ വീണ്ടും അത് കർത്താവ് ആ ദൈവദാസൻ്റെ രീതിയിൽ കർത്താവ് നമ്മളോട് ഇടപെട്ടു. ഈ ചർച്ച തുടങ്ങിയപ്പോൾ ആദ്യമായി ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതിയിട്ട ഒരു ധൈര്യപ്പെടുത്തുന്ന വാക്കാണ്, ദൈവം ഞങ്ങൾക്ക് ഒരു കാര്യം സാധിപ്പിച്ചു തരും. അത് അന്നൊക്കെ ഉള്ളവർക്കറിയാം. ഞാനത് വീണ്ടും ഇടയ്ക്കിങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഏതെങ്കിലും ഒരു ദൈവദാസനിലൂടെ ആ വാക്യം ഇങ്ങനെ എടുത്തെടുത്ത് പറയും. ഇന്ന് വീണ്ടും ആ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് മറന്നിട്ടില്ല എന്നും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നും എനിക്ക് വലിയ ഉറപ്പ് ഇന്ന് രാത്രി കർത്താവ് തരികയാണ്. എൻ്റെ കൂടെ ഉറപ്പുള്ളവർ പറഞ്ഞ ദൈവം ഞങ്ങൾക്കൊരു കാര്യം സാധിപ്പിച്ചു തരും. വലതുകരം ഉയർത്തി ശബ്ദം ഉയർത്തിയെന്ന് പറഞ്ഞ ദൈവം ഞങ്ങൾക്ക് ഒരു കാര്യം സാധിപ്പിച്ചു തരും. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. മനുഷ്യനല്ല ചെയ്യാൻ പോകുന്നത്, ദൈവം ഞങ്ങൾക്ക് ഒരു കാര്യം സാധിപ്പിച്ചു തരും. 2-3 പേർക്ക് കൈ കൊടുത്തെന്ന് പറഞ്ഞ് പ്രവചനാത്മാവ് പറഞ്ഞ് ദൈവം ഞങ്ങൾക്ക് പറഞ്ഞു മനടാ ഒന്ന് പറഞ്ഞടാ പറഞ്ഞ ഒന്ന് തട്ടിയിട്ടൊക്കെ പറഞ്ഞ ദൈവം നമുക്ക് ഒരു കാര്യം കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ച് താങ്ക് യു പാസ്റ്റർ. മീരേ തീരെ ഞാൻ ഈ ദൈവസാന്നിധ്യം വരുമ്പോൾ ഞാൻ അങ്ങനെ വീഴാറില്ല. ഒത്തിരി അങ്ങനെ കൈയടിക്കുമെന്ന് പറഞ്ഞാൽ ചില സമയത്ത് കൈയടിക്കാറുണ്ട്. പക്ഷെ ദൈവസാന്നിധ്യം പാസ് ചെയ്താൽ മിന്നൽ പോലെ എൻ്റെ കണ്ണുകൾ നിറയും. ഈ വചനം ഞങ്ങളോടായിരുന്നു, എന്നെ ബലപ്പെടുത്തി. ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വീണ്ടും ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടി. കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ച് ഈ ദൂതിൻ്റെ മുമ്പിൽ രാമയം പറഞ്ഞ് ഓ ബലഹീനനാ ഏഴയന്നെ ബലത്തോടെ നിർത്തിയല്ലോ പറഞ്ഞേ ബലഹീനനാ ഏഴയന്നെ ബലത്തോട് നിർത്തിയല്ലോ. ഹല്ലേലൂയ
ഇതിനൊന്നും യോഗ്യനല്ലേ. കഴിഞ്ഞ കാലം